നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കാൻ സമിതി രൂപീകരിച്ച് കേന്ദ്രം. CRPF DG അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. വീഴ്ച പരിശോധിച്ച് തുടർ നടപടി സമിതി നിർദ്ദേശിക്കും. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. കേന്ദ്രമന്ത്രി അമിത്ഷായെ പ്രതിരോധത്തിലാക്കാനാണ് നീക്കം. പുതിയ മന്ദിരത്തിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന സർക്കാരിന്റെ അവകാശവാദം പൊളിക്കുന്നതായി ലോക്സഭയിലെ ആക്രമം. രാജ്യത്തെ ഞെട്ടിച്ച സംഭവം നിസ്സാരവൽക്കരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അക്രമികൾക്ക് പാസ് നൽകിയ BJP MP പുറത്താക്കണമെന്നും സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കി. ഒരു പ്രതിപക്ഷ MP ആയിരുന്നു പാസ് നൽകിയിരുന്നതെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നുവെന്ന ചോദ്യവും ഉയർന്നു. അതിനിടെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത യുവതി കോൺഗ്രസ് പ്രവർത്തകയായിരുന്നുവെന്ന മറുവാദം BJPയും ശക്തമായി ഉയർത്തുന്നു. സംഭവം ഒന്നുമല്ലെന്ന് വരുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപണം. മുൻ നിശ്ചയിച്ചതുപോലെ ലോക്സഭ വീണ്ടും ചേർന്നു. വെറും പുക മാത്രമാണെന്നും പേടിക്കാനൊന്നുമില്ലെന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. പ്രതികളെ പിടികൂടി കഴിഞ്ഞല്ലോ എന്നും കേന്ദ്ര സർക്കാർ ന്യായീകരിക്കുന്നു. 5 വലയം സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി അക്രമികൾ എങ്ങനെ അകത്തു കടന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. BJP MP നൽകിയ പ്രവേശന പാസ്സായതിനാൽ പരിശോധന ലഘൂകരിച്ചോ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. 2001 ഭീകരാക്രമണത്തിന് ശേഷം കനത്ത സുരക്ഷാ വലയമുള്ള പാർലമെന്റിലേക്ക് ഗൂഢപദ്ധതിയുമായി 4 പേരെത്തുന്നത് മുൻകൂട്ടി അറിയാൻ കഴിയാഞ്ഞത് സുരക്ഷാ സംവിധാനത്തിന്റെ പാളിച്ചയായി. സന്ദർശക ഗാലറിയിൽ ഇരിക്കുന്നവർ ഒന്ന് അനങ്ങിയാൽ പോലും തടഞ്ഞിരിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ 2 പേർ എഴുന്നേറ്റ് മുന്നിലേക്ക് പോയി സഭയിലേക്ക് ചാടുമ്പോഴും ഒന്നും ചെയ്യാനാവാത്തത് കാവൽ ചുമതലയുള്ള പോലീസിന്റെ വീഴ്ച. ഗാലറിയിലിരുന്ന 2 പേർ എഴുന്നേറ്റു, മുന്നോട്ട് നടന്നു. തടസ്സമായി വെച്ചിരുന്ന കമ്പികളിൽ തൂങ്ങിക്കിടന്ന് താഴേക്ക് ചാടി. ഇത്രയുമായിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തടയാനായില്ല. തുടർന്ന് സഭയിലെ ഇരിപ്പിടത്തിന് മുകളിലൂടെ ചാടി ഓടിയപ്പോഴും ആക്രമികളെ കീഴ്പ്പെടുത്തിയത് MP-മാരാണ്, സുരക്ഷാ ഉദ്യോഗസ്ഥരല്ല. പാർലമെന്റിൽ ഭീകരാക്രമണം നടന്ന 2001 മുൻപ് സന്ദർശകർക്കും വാഹനങ്ങൾക്കും അകത്ത് കടക്കാൻ വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. MP-യുടെ ശുപാർശയിൽ വലിയ പരിശോധനകളില്ലാതെ സന്ദർശക പാസ് ലഭിക്കും. വാഹന പരിശോധനയും കഠിനമായിരുന്നില്ല. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വ്യാജ സ്റ്റിക്കർ പതിച്ച കാറിലാണ് 2001 ഭീകരർ പാർലമെന്റിലേക്ക് ഗേറ്റ് വഴി അകത്ത് കടന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഭീകരാക്രമണത്തിന് ശേഷം സ്ഥിതി മാറി. MP-മാർ ശുപാർശ ചെയ്താലും കർശന പരിശോധനകൾക്ക് ശേഷമാണ് സന്ദർശക പാസ് നൽകുന്നത്, അല്ലെങ്കിൽ നൽകേണ്ടത്. സന്ദർശക പാസിലും വാഹനങ്ങളുടെ സ്റ്റിക്കറിലും ഹോളോഗ്രാം പതിച്ചിട്ടുണ്ട്. വാഹനത്തിന് അനുമതിയുണ്ടോ എന്നത് കമ്പ്യൂട്ടറിൽ അറിയാം. അനുമതിയില്ലാത്ത വാഹനം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് അകത്ത് കടന്നാൽ ഉടൻ റോഡിനടിയിൽ നിന്ന് ഉയർന്നു വരുന്ന സ്പൈക്ക് ബാരിയറുകൾ ടയറുകളിൽ തുളച്ചു കയറും. വാഹനത്തിന് പിന്നെ അനങ്ങാനാവില്ല. ആളുകളെ കൃത്യമായി മനസ്സിലാക്കി മാത്രമേ പാസ് നൽകാവൂ എന്നതാണ് നിർദ്ദേശം എന്നിരിക്കെ മൈസൂർ MP പ്രതാപ് സിംഹയും പ്രതിസന്ധിയിലായി. പാർലമെന്റിൽ സമ്മേളനം നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും സന്ദർശകർക്ക് പ്രവേശനം ലഭിക്കാൻ നടപടിക്രമങ്ങളും സുരക്ഷാ പരിശോധനകളും ഏറെയാണ്. എന്നിട്ട് ലോക്സഭയ്ക്ക് അകത്ത് കയറിയ സന്ദർശകർ അതിക്രമം കാണിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയെ വിലയിരുത്തപ്പെടുന്നു. സന്ദർശക പാസിൽ പറയുന്ന സമയത്ത് പാർലമെന്റിലെ റിസപ്ഷനിൽ എത്തണം. പുതിയ മന്ദിരത്തിലേക്കും കയറേണ്ടത് പഴയ റിസപ്ഷൻ വഴിയാണ്. മൊബൈൽ ഫോൺ അവിടെ സമർപ്പിക്കണം. മെറ്റൽ ഡിറ്റക്ടർ വെച്ചുള്ള 1ാം ദേഹ പരിശോധനയ്ക്ക് ശേഷം പാർലമെന്റ് മന്ദിരത്തിലേക്ക്, അവിടെ 2ാം ദേഹ പരിശോധന നടത്തിയ ശേഷം അകത്ത് കയറി സഭാ ഗാലറിക്ക് സമീപത്തേക്ക്. കൈവശമുള്ള ബാക്കി വസ്തുക്കൾ, അതായത് പേഴ്സ്, പണം, സ്മാർട്ട് വാച്ച് തുടങ്ങിയവ അവിടെ സമർപ്പിച്ച ശേഷം 3ാം ദേഹ പരിശോധന നടത്തിയാണ് ഗാലറിയിലേക്ക് കടത്തിവിടുക. ഗാലറിയിൽ 20 മിനിറ്റോളം ഇരിക്കാം. സഭ നടക്കുമ്പോൾ മാത്രമേ ഗാലറിയിലേക്ക് സന്ദർശകരെ കടത്തിവിടൂ. ഗാലറിയിൽ ഇരിക്കുമ്പോൾ 4-5 സുരക്ഷാ ഉദ്യോഗസ്ഥർ ചുറ്റുമുണ്ടാകും. ചുരുങ്ങിയത് 3 ഇടത്തെങ്കിലും ദേഹ പരിശോധനയ്ക്ക് എല്ലാവരും വിധേയരാകണം. എന്നിട്ടും സ്മോക്ക് ബോംബുമായി അവർ പാർലമെന്റിൽ എത്തി എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത്.